നമസ്കാരം. സമ്പൂർണ്ണ നാറ്റോ സഖ്യത്തിന്റെ ആയുധബലത്തിന് മുന്നിൽ റഷ്യയുടെ പോരാളികൾ പതറില്ല. പതിവ് ശക്തി പ്രകടനങ്ങൾക്ക് വിരുദ്ധമായി ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ നയതന്ത്ര വിജയങ്ങളുടെയും കരുത്താണ് ഈ വർഷം റെഡ് സ്ക്വയറിൽ നിഴലിച്ചത്. ഉക്രൈനിൽ അമേരിക്കൻ സ്പോൺസേഡ് അധിനിവേശത്തിനെതിരെ പോരാടുന്ന റഷ്യൻ സൈനികർക്ക് ആവേശം പകർന്ന് ഉത്തര കൊറിയൻ സൈനിക യൂണിറ്റുകൾ കൂടി പരേഡിൽ അണിനിരുന്നത് ചരിത്രപരമായ ഒരു നാഴികക്കല്ലാവുന്നു. പുടിൻ തന്റെ പ്രസംഗത്തിൽ അടിവരയിട്ടതുപോലെ അന്നത്തെ മഹാവിജയം നൽകിയ ഊർജമാണ് ഇന്നും റഷ്യൻ സൈനികരെ നയിക്കുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങൾ സ്കെയിൽ ഡൗൺ എന്ന് വിശേഷിപ്പിക്കുമ്പോഴും സത്യത്തിൽ റഷ്യ തന്റെ സൈനിക ശേഷി പൂർണ്ണമായും യുദ്ധമുഖത്തേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. കനത്ത യുദ്ധോപകരണങ്ങൾ പരേഡിൽ പ്രദർശിപ്പിക്കാത്തത് അവയെല്ലാം അതിർത്തിയിൽ ശത്രുവിനെ തുരത്താൻ വിന്യസിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഈ വർഷത്തെ പരേഡിൽ ഏറ്റവും വലിയ സവിശേഷത ഉത്തര കൊറിയൻ സൈനികരുടെ സാന്നിധ്യമായിരുന്നു. കിം ജോങ് ഉന്നിന്റെ നേതൃത്വത്തിലുള്ള ഉത്തര കൊറിയയും പുടിന്റെയും റഷ്യയും തമ്മിലുള്ള അചഞ്ചലമായ ബന്ധത്തിന്റെ പ്രതീകം കൂടിയാണ്. അമേരിക്കയുടെയും സഖ്യകക്ഷിയുടെയും ഉപരോധങ്ങളെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് തങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ഇരു രാജ്യങ്ങളും ഐക്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്.